നമ്മളെല്ലാം ഇങ്ങനെ കഴിക്കുന്നതുകൊണ്ടാണ് ഇന്ത്യ ഇപ്പോൾ ഡയബറ്റിക് ക്യാപിറ്റൽ ഓഫ് ദ വേൾഡ് ആവുന്നത്. നമ്മുടെ എല്ലാം വീട്ടിലെ അച്ഛനമ്മമാരൊക്കെ സ്ഥിരം പറയുന്നതാണ് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ആണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് മീൽ ഓഫ് ദ ഡേ. അത് നമ്മൾ നല്ല ഹെവി ആയിട്ട് കഴിക്കണമെന്നൊക്കെ. എന്നിട്ട് ഇത് പറഞ്ഞിട്ട് അവർ കഴിക്കുന്നത് എന്താണ്? ദോശ, ഇഡ്ഡലി, സാമ്പാർ, വട. ഒന്നാമത്തെ കാര്യം, ബ്രേക്ക്ഫാസ്റ്റ് ആണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് മീൽ ഓഫ് ദ ഡേ എന്ന് പറയുന്ന ഒരു മിത്താണ്. നിങ്ങളുടെ ബോഡി ക്ലോക്ക് മെയിൻറ്റെയിൻ ചെയ്താൽ മതി. രണ്ടാമത്തെ, ഈ പറഞ്ഞ ആഹാരത്തിനകത്ത് മൊത്തം കാർബ്സും ഫാറ്റും മാത്രമാണ്. ഇതൊട്ടും ന്യൂട്രീഷ്യസ് അല്ല. ഇത് ന്യൂട്രീഷ്യസ് ആവണം എന്നുണ്ടെങ്കിൽ ഇതിനകത്ത് ആവശ്യത്തിന് പ്രോട്ടീനും എസെൻഷ്യൽ ഫാറ്റ്സും ഫൈബേഴ്സും ഒക്കെ ഉണ്ടായിരിക്കണം. ഈ പറഞ്ഞതെല്ലാം ഇതിനകത്ത് മിസ്സിംഗ് ആണ്. നമ്മളെല്ലാം ഇങ്ങനെ കഴിക്കുന്നതുകൊണ്ടാണ് ഇന്ത്യ ഇപ്പോൾ ഡയബറ്റിക് ക്യാപിറ്റൽ ഓഫ് ദ വേൾഡ് ആവുന്നത്. ഇനി ഇത് മാറണം എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റിൽ മാത്രമല്ല എല്ലാ മീലിലും നിങ്ങൾ ആവശ്യത്തിന് പ്രോട്ടീനും ഫൈബേഴ്സും ഒക്കെ ആഡ് ചെയ്യണം. അതിന് നിങ്ങൾ എഗ്ഗ്, പനീർ, സോയ, വേ പ്രോട്ടീൻ, ഓട്സ് ഇതുപോലെയൊക്കെ ആഹാരങ്ങൾ ആഡ് ചെയ്യാമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ ന്യൂട്രീഷ്യസ് ആവും. അപ്പോൾ നമ്മൾ നമ്മുടെ അച്ഛനമ്മമാരെ ബഹുമാനിക്കണം. പക്ഷെ അവർ പറയുന്ന ആഹാര രീതികൾ എപ്പോഴും ശരിയായിക്കൊള്ളണമെന്നില്ല.